ഒറ്റ സെക്കൻഡിൽ നെറ്റ്ഫ്ലിക്സിലെ മുഴുവൻ ഉള്ളടക്കവും ഡൗൺലോഡ് ചെയ്യാനോ ലോകത്തിലെ ഏറ്റവും വലിയ വീഡിയോ ഗെയിം ലൈബ്രറി നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കാനോ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ കുറച്ചു കാലം മുൻപ് വരെ ഇത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നിരിക്കാം. എന്നാൽ ജപ്പാനിലെ ഗവേഷകർ ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഇന്റർനെറ്റ് വേഗതയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുകയാണ്. സെക്കൻഡിൽ 1.02 പെറ്റാബിറ്റ് വേഗത കൈവരിച്ച് അവർ ലോകത്തെ ഞെട്ടിച്ചു. ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് കോടിക്കണക്കിന് 8K അൾട്രാ HD വീഡിയോകൾ ഒരേ സമയം സ്ട്രീം ചെയ്യാനും ഭാവിയിലെ സാങ്കേതിക വിപ്ലവങ്ങൾക്ക് വേഗത കൂട്ടാനും കെൽപ്പുള്ള ഒരു കുതിച്ചുചാട്ടമാണ്. സെക്കൻഡിൽ 1.02 പെറ്റാബിറ്റ് എന്നത് ഒരു സാധാരണ കണക്കല്ല. നിലവിൽ നമ്മുടെ വീടുകളിലോ ഓഫീസുകളിലോ ലഭിക്കുന്ന ഇന്റർനെറ്റ് വേഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അവിശ്വസനീയമാണ്. ഉദാഹരണത്തിന് നമ്മളിൽ പലരും ഉപയോഗിക്കുന്ന ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ സെക്കൻഡിൽ ഏതാനും 100 മെഗാബിറ്റ് അല്ലെങ്കിൽ 1 ജിഗാബിറ്റ് വരെ വേഗതയുണ്ടാകാം. ഒരു പെറ്റാബിറ്റ് എന്നാൽ 1000 ടെറാബൈറ്റ് അല്ലെങ്കിൽ 10 ലക്ഷം ജിഗാബൈറ്റ് ഡാറ്റയാണ്. ലളിതമായി പറഞ്ഞാൽ ജപ്പാൻ കൈവരിച്ച ഈ വേഗത സെക്കൻഡിൽ ഏകദേശം 1020 ടെറാബിറ്റ് ഡാറ്റ കൈമാറ്റം ചെയ്യാൻ പര്യാപ്തമാണ്. ഇതിനർത്ഥം ഒരു സാധാരണ 8K അൾട്രാ HD വീഡിയോ സ്ട്രീം ചെയ്യാൻ ആവശ്യമായ ബാൻഡ് വിഡ്ത്തിന്റെ ദശലക്ഷക്കണക്കിന് മടങ്ങ് വേഗതയാണിത്. ഈ വേഗത ഉപയോഗിച്ച് നെറ്റ്ഫ്ലിക്സിലെ മുഴുവൻ ലൈബ്രറിയും ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ നേട്ടം കൈവരിച്ചത് ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജിയിലെ ഗവേഷകരാണ്. 2025 ജൂണിലാണ് ഈ അവിശ്വസനീയമായ വേഗത അവർ തെളിയിച്ചത്. ഈ ഗവേഷണ ഫലം കേവലം ഒരു ലാബിലെ പരീക്ഷണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നത് ഇതിനെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നത്. സാങ്കേതിക വിദ്യകളെ കുറിച്ച് അറിവില്ലാത്തവർക്ക് തോന്നാവുന്ന ഒരു സംശയം ഇത്രയും വലിയ വേഗത കൈവരിക്കാൻ വളരെ സങ്കീർണമായതും ചെലവേറിയതുമായ കേബിളുകൾ ആവശ്യമാണോ എന്നതാണ്. എന്നാൽ ഇവിടെയാണ് ജപ്പാന്റെ ഈ കണ്ടുപിടുത്തം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ആഗോളതലത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന അതേ തരം ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ ഉപയോഗിച്ചാണ് NICT ഈ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തത്. ഇത് നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇത്രയും വലിയ വേഗത കൈവരിക്കാൻ കഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. എങ്കിലും ഇതിൽ ചില നവീകരണങ്ങൾ വരുത്തിയിരുന്നു. ഈ ഫൈബർ ഒപ്റ്റിക് കേബിളുകളിൽ സാധാരണയായി കാണുന്ന ഒറ്റ കോറിന് പകരം 4 കോറുകൾ ഉണ്ടായിരുന്നു. കൂടാതെ 50-ലധികം പ്രകാശ തരംഗങ്ങൾ ഉപയോഗിച്ചു. സാധാരണയായി ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പ്രകാശ തരംഗങ്ങളിലൂടെയാണ്. കൂടുതൽ കോറുകളും പ്രകാശ തരംഗങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഒരേ സമയം കൂടുതൽ ഡാറ്റ കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്നു. ഇത് ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പ്രധാന സവിശേഷത 51.7 കിലോമീറ്റർ ദൂരം വരെ ഈ അതിശയ വേഗത കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. ഒരു ലാബിലെ പരീക്ഷണത്തിൽ ചെറിയ ദൂരത്തിൽ ഈ വേഗത കൈവരിക്കുന്നത് എളുപ്പമായിരിക്കാം. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ദീർഘദൂരത്തിൽ ഡാറ്റ കൈമാറ്റം ചെയ്യാനുള്ള കഴിവ് ഈ സാങ്കേതിക വിദ്യയുടെ പ്രായോഗികതയെ വിളിച്ചോതുന്നു. ഇത് ഭാവിയിൽ നഗരങ്ങൾക്കിടയിലും ഭൂഖണ്ഡങ്ങൾക്കിടയിലും അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി സ്ഥാപിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായകമാകുമെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. ഒരു സാധാരണ വ്യക്തിക്ക് ഒരുപക്ഷെ ഇത്രയും വേഗതയും ആവശ്യമില്ല എന്ന് തോന്നിയേക്കാം. നമ്മുടെ ദൈനംദിന ഉപയോഗങ്ങളായ വീഡിയോ സ്ട്രീമിംഗ്, വെബ് ബ്രൗസിംഗ്, ഓൺലൈൻ ഗെയിമിംഗ് എന്നിവയ്ക്ക് നിലവിലുള്ള ഇന്റർനെറ്റ് വേഗത തന്നെ മിക്കപ്പോഴും മതിയാകും. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു സാങ്കേതിക മുന്നേറ്റം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആഗോള സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലുമുണ്ട്. ഈ അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യ സാധാരണ ഉപയോക്താക്കൾക്ക് ഉടൻ ലഭ്യമാകില്ലായിരിക്കാം. എന്നാൽ ഇത് ഡാറ്റാ സെന്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വൻകിട കോർപ്പറേഷനുകൾ എന്നിവയ്ക്ക് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഏറ്റവും പ്രധാനമായി ആഗോള AI-യുടെ വളർച്ചയാണ്. അതായത് ലോകമെമ്പാടും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. AI മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനും അവയെ പ്രവർത്തിപ്പിക്കുന്നതിനും വലിയ ഡാറ്റാ സെന്ററുകൾ തമ്മിൽ വേഗത്തിൽ ഡാറ്റ കൈമാറ്റം ചെയ്യേണ്ടത് AI ഗവേഷണത്തിനും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ അതിവേഗ ഇന്റർനെറ്റ് AI മോഡലുകളെ കൂടുതൽ കാര്യക്ഷമമായി പരിശീലിപ്പിക്കാനും അവയെ ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളിലേക്ക് എത്തിക്കാനും സഹായിക്കും. അതോടൊപ്പം ഡാറ്റയും ആപ്ലിക്കേഷനുകളും വിദൂര സെർവറുകളിൽ സംഭരിച്ച് ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കുന്ന സാങ്കേതിക വിദ്യയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് സേവനങ്ങൾ അതിവേഗം വളരുമ്പോൾ ഡാറ്റാ സെന്ററുകൾ തമ്മിൽ കൂടുതൽ വേഗത്തിൽ ഡാറ്റ കൈമാറേണ്ടത് അത്യാവശ്യമാണ്. പെറ്റാബിറ്റ് വേഗതയുള്ള ഇന്റർനെറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കൂടുതൽ കാര്യക്ഷമമാക്കും. ChatGPT പോലുള്ള ജനറേറ്റീവ് AI മോഡലുകളും തത്സമയ വിവർത്തന ഉപകരണങ്ങളും വലിയ അളവിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് ആവശ്യപ്പെടുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യകൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അതിവേഗ ഡാറ്റ കൈമാറ്റം അത്യാവശ്യമാണ്. ഡ്രൈവറില്ലാ കാറുകൾ പോലുള്ള ഓട്ടോണോമസ് വാഹനങ്ങൾ തത്സമയം വലിയ അളവിലുള്ള സെൻസർ ഡാറ്റ പ്രോസസ്
ആക്സസ് ചെയ്യുകയും ക്ലൗഡുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് അതിവേഗവും കുറഞ്ഞ ലേറ്റൻസിയുമുള്ള ഇന്റർനെറ്റ് കണക്ഷനുകൾ അനിവാര്യമാണ്. അതോടൊപ്പം കാലാവസ്ഥ മോഡലിംഗ്, ജനിതകശാസ്ത്ര ഗവേഷണം, ബഹിരാകാശ പഠനങ്ങൾ തുടങ്ങിയ ശാസ്ത്രീയ മേഖലകളിൽ വലിയ തോതിലുള്ള ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വേണം. ഈ ഡാറ്റ വേഗത്തിൽ കൈമാറ്റം ചെയ്യാനുള്ള കഴിവ് ഗവേഷണ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തും. ഭാവിയിൽ മെറ്റാവേഴ്സ് പോലുള്ള വെർച്വൽ ലോകങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ അവിശ്വസനീയമായ അളവിൽ ഡാറ്റ കൈമാറ്റം ചെയ്യേണ്ടി വരും. അതിവേഗ ഇന്റർനെറ്റ് അത്തരം സാങ്കേതിക വിദ്യകൾക്ക് ഒരു അടിത്തറവാകും. ഈ സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം ഒരു വലിയ മുന്നേറ്റമാണെങ്കിലും ഇത് സാധാരണ ഉപയോക്താക്കളിലേക്ക് എത്താൻ ഇനിയും സമയമെടുത്തേക്കും. ഈ സാങ്കേതിക വിദ്യയെ വാണിജ്യവൽക്കരിക്കുന്നതിനും വലിയ തോതിൽ വിന്യസിക്കുന്നതിനും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നിലവിലുള്ള ഫൈബർ ഒപ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും അത് വലിയ ചിലവ് വരുന്ന ഒരു പ്രക്രിയയായിരിക്കും. കൂടാതെ ഈ അതിവേഗ ഡാറ്റ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള റൂട്ടറുകൾ, സെർവറുകൾ, മറ്റ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ കണ്ടുപിടുത്തം ഇന്റർനെറ്റിന്റെ ഭാവിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. ആഗോളതലത്തിൽ ഡാറ്റ ട്രാഫിക് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സ്ട്രീമിംഗ്, ക്ലൗഡ് ഗെയിമിംഗ്, AI ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വർധനവ് നിലവിലുള്ള ഇന്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചറിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തും. ജപ്പാന്റെ ഈ നേട്ടം ഭാവിയിലെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യ സാധ്യമാണ് എന്ന് തെളിയിക്കുന്നുണ്ട്. ഇത് ഡാറ്റ കൈമാറ്റത്തിന്റെ വേഗതയിലും കാര്യക്ഷമതയിലും ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കും. ചുരുക്കത്തിൽ, ജപ്പാൻ കൈവരിച്ച 1.02 പെറ്റാബിറ്റ് ഇന്റർനെറ്റ് വേഗത കേവലം ഒരു സാങ്കേതിക നേട്ടമല്ല, മറിച്ച് മനുഷ്യരാശിയുടെ സാങ്കേതിക ഭാവിയെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വിപ്ലവമാണ്. ഇത് ലോകത്തെ കൂടുതൽ അടുപ്പിക്കാനും വിവരങ്ങൾ കൂടുതൽ വേഗത്തിൽ കൈമാറ്റം ചെയ്യാനും ഇതുവരെ സങ്കല്പിക്കാനാവാത്ത പുതിയ സാങ്കേതിക വിദ്യകൾക്ക് വഴിയൊരുക്കാനും സഹായിക്കും. ഈ നേട്ടം ഇന്റർനെറ്റ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നാഴികക്കല്ലാണ്.